ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ എന്ത് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കി എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം അതിൽ വോളിയം തന്നിട്ടുണ്ട്, അതായത് ഒരു ടാങ്ക് എന്താണ് ക്യൂബ് ഫോമിലാണ് ഉള്ളത് അല്ലേ. ടാങ്ക് എന്താണ് ക്യൂബ് ഫോമിലാണുള്ളത്. അതിൻ്റെ വോളിയം 15.625 അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിലിപ്പോൾ ആകെ 1.3 മീറ്റർ ബാക്കിയുള്ളൂ വെള്ളം അല്ലേ. ഏകദേശം ഇത്ര പോരെയെന്ന് വിചാരിക്കുക. ഇത്ര പോരെ വെള്ളം ഇതിൽ ബാക്കിയുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്ര വെള്ളം ഇതിൽ ബാക്കിയുണ്ട്, ബാക്കി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ടാങ്കത്തെ. ഓക്കെ, നമ്മളോട് പറഞ്ഞത് എന്താണ്, നമ്മൾ യൂസ് ചെയ്ത വെള്ളത്തിൻ്റെ വോളിയം കണ്ടെത്താനാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ക്യൂബാണ് അല്ലേ. ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എ ക്യൂബാണ്. അപ്പോൾ അതെന്താണ്, എ ക്യൂബ് ഇസ് ഈക്വൽ ടു 15.625 അല്ല. ഇതെന്ത് തന്നിട്ടുണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു എന്താണ് വരിക, ക്യൂബ് റൂട്ട് 15.625 ആണ് വരിക. എങ്ങനെയാണ് നമ്മൾ ക്യൂബ് റൂട്ട് കാണുക, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെ ക്യൂബുകൾ കണ്ടു വെക്കാം. അതായത് ഏകദേശം ഒരു 10 വരെ ക്യൂബുകളൊക്കെ നമുക്ക് അറിയുണ്ടാവും. അവിടെ നിന്ന് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് 11 തൊട്ട് 25 വരെ എന്ത് ചെയ്യുക, ക്യൂബുകൾ കണ്ടു വെക്കുക. ഇപ്പോൾ 11ൻ്റെ ക്യൂബ് എന്താണ് വരിക, 11ൻ്റെ ക്യൂബ് വന്നിട്ട് 1331. 12ൻ്റെ ക്യൂബ് 1728. ഓക്കെ, 13ൻ്റെ ക്യൂബ് 2197. ഓക്കെ, അതേപോലെ 15 കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. അല്ല, ഇത് ഏകദേശം 25 വരെ നോക്കി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്നൊരു നമ്പർ കണ്ടാൽ നമുക്കത് മനസ്സിലാവുമല്ലോ. 15ൻ്റെത് 3375. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് 20 എന്താണ് വരിക, 4000 ആണ് വരിക. 25ൻ്റെതോ, ഇതൊക്കെ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് ഇത് പറയുന്നത്. 25ൻ്റെ എന്താണ് വരിക, 15.625 ആണ് വരിക. ഓക്കെ, സോറി, പോയിൻ്റ് ഇല്ലേ, 15.625, അതായത് 15,625 ആണ് എന്ത് നമ്മളെ 15ൻ്റെ ക്യൂബ് റൂട്ട് വരുന്നത്. ഓക്കെ, 25ൻ്റെ ക്യൂബ് റൂട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് വരിക, അതായത് 25 ഇൻറ്റു 25 ഇൻറ്റു 25 ആണ് എന്ത് 15.625 വരുന്നത്. പക്ഷെ ഇവിടെ പോയിൻ്റ് ഉണ്ടായതുകൊണ്ട് 3 പോയിൻ്റ് വരണ്ടേ. അപ്പം ഇതിലും ഓരോ പോയിൻ്റ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് വരിക, 2.5 ആണ് എ ആയിട്ട് വരിക. എ ആയിട്ട് വരിക എന്താണ് 2.5 മീറ്ററാണ്. അതായത് ഈ ക്യൂബിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് 2.5 മീറ്ററാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, അതിൽ എ കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോൾ ഉള്ള കറണ്ട് വാട്ടറിൻ്റെ വോളിയം നമുക്ക് കണ്ടെത്തി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ടാങ്കിൻ്റെ വോളിയത്തിൽ നിന്നും ഇപ്പോൾ ഉള്ള വോളിയം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് യൂസ്ഡ് വാട്ടറിൻ്റെ വോളിയം കിട്ടുമല്ലോ. അപ്പോൾ എന്ത് ചെയ്ത് നോക്കാം, ഇതിൻ്റെ ലെങ്ത്ത് എന്താണ്, ലെങ്ത്ത് മാറിയിട്ടില്ല. ലെങ്ത്ത് 2.5 തന്നെയാണ് വരുന്നത് അല്ലേ. ബ്രെഡ്ത്തും 2.5 തന്നെയാണ് വരുന്നത്. പക്ഷേ ഹൈറ്റ് എന്ത് മാറിയിട്ടുണ്ട്, ഹൈറ്റ് 1.3 ആയിട്ടുണ്ട് അല്ലേ. ലെങ്ത്ത് 2.5, ലെങ്ത്തും 2.5 ആണ് വരുന്നത്, ബ്രെഡ്ത്തും 2.5 ആണ് വരുന്നത്. പക്ഷേ എന്ത് മാറിയിട്ടുണ്ട്, ഹൈറ്റ് മാറിയിട്ടുണ്ട്. 1.3 മീറ്ററിലല്ലേ വെള്ളമുള്ളൂ, അത്ര ഹൈറ്റിലല്ലേ വെള്ളമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് വാട്ടർ ഏകദേശം എന്താണുള്ളത്, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വോളിയം എഴുതി വെക്കാം. വോളിയം ഓഫ് വാട്ടർ എന്താണ് വരിക, എ ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പോൾ എന്താണ് 2.5 ഇൻറ്റു 2.5 ഇൻറ്റു 1.3 അങ്ങനെയാണല്ലോ വരിക. 2.5 ഇൻറ്റു 2.5 എന്താണ് വരിക, 6.25 ഇൻറ്റു 1.3. ഇതെന്താണ് വരിക, ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8.125 മീറ്റർ ക്യൂബ്. അതായത് ഇപ്പോൾ ഉള്ള വാട്ടറിൻ്റെ വോളിയം വന്നിട്ട് എന്താണ് 8.125 മീറ്റർ ക്യൂബാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടാങ്കിൻ്റെ വോളിയം എന്തായിരുന്നു,
ടാങ്കിൻ്റെ വോളിയം എന്തായിരുന്നു 15.625 ആണ്. വാട്ടറിൻ്റെ വോളിയം എന്ത് കിട്ടി 8.125 കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് യൂസ്ഡ് വാട്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ടാങ്ക് മൈനസ് വോളിയം ഓഫ് വാട്ടർ. അതായത് ഇപ്പോൾ ഉള്ള വാട്ടറിൻ്റെ അളവ്. ഓക്കെ, ഇത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് വോളിയം ഓഫ് ടാങ്ക് എന്താണ് 15.625 മൈനസ് വോളിയം ഓഫ് വാട്ടർ എന്താണ് 8.125. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 7.5 മീറ്റർ ക്യൂബ്. അതായത് 7.5 മീറ്റർ ക്യൂബ് വാട്ടറാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ടാങ്കിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഇത് ക്ലിയർ ആണല്ലോ.